ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ലെക്സ് ടോക്ക് സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഒന്ന് രണ്ട് വേടൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ചുള്ള ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അവരും അവരുടേതായ ശരിയും തെറ്റുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം അത് എല്ലാവരും കാണുന്നതിൽ. ഒരുപാട് നന്ദി. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇപ്പം വേടൻ്റെ തന്നെ ഒരു പുതിയ തമിഴ് വീഡിയോ വന്നല്ലോ, പുതിയൊരു പാട്ട് ബൈസണിലെ. അതിന് മുമ്പായിട്ട് കുറേ കോലാഹല പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല നല്ല വരികൾ കേൾക്കാൻ വെയിറ്റിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്, എന്താണെങ്കിലും ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവും പല കാര്യങ്ങളും ഉണ്ട്. അതിലെത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ട് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വരികളിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ സത്യസന്ധത, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരിക്കലും ഞാൻ ഒരു രീതിയിലുള്ള ലഹരിയെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെയോ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എന്നും സപ്പോർട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വരികളാണ്, ശക്തിയായ അദ്ദേഹത്തിൻ്റെ വരികളാണ്. ആ വരിയിൽ അദ്ദേഹം പങ്കുവെക്കുന്ന 100% സത്യസന്ധമായ അതിലേക്കുള്ള കാഴ്ചകളാണ്. അതാണ് എനിക്കിഷ്ടം. അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും. അതിനെയാണ് ഞാൻ വേടൻ എന്ന വ്യക്തിയിലൊക്കെ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം വേടൻ്റെ 10 തലയുള്ള രാവണൻ, അതാണ് കാരണം. എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാവണൻ, അതായത് 10 തലയുള്ള രാവണൻ എന്ന് പറയുന്നത്, രാവണൻ എന്നപ്പം പറയുന്ന ഒരു അസുരൻ എന്ന രീതിയിലാണല്ലോ. അപ്പോൾ എന്തോ ഒരു അസുരന്മാരെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വശമായിട്ടാണല്ലോ എപ്പോഴും എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അസുര ചക്രവർത്തിയായിരുന്നല്ലോ. ഏകദേശം നമുക്കറിയാം, നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയൊക്കെ കൂടെ ശ്രീലങ്കയും കുറേ ഭാഗങ്ങളൊക്കെ ഒരു മിക്സഡ് ആയിട്ടൊരു കാലഘട്ടമായിരുന്നല്ലോ, അതിപുരാതനമായ ആ കാലഘട്ടം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അസുരന്മാർ എന്നുദ്ദേശിക്കുന്നത് അവർ കൂടുതലും കാടുകളിൽ കാണപ്പെടുന്നു. നമുക്കറിയാം, കാടിൽ കാണുന്നത് ആദിമ ജനതയായ മനുഷ്യർ. എന്തായാലും അത്തരത്തിലൊരു വലിയ ആധുനിക സമൂഹം അവരായിരുന്നല്ലോ ശരിക്കും ഈ മണ്ണിൻ്റെ ഉടമകൾ, ആ കാടിൻ്റെ മക്കൾ, അവരുടെ ഒരു ചക്രവർത്തി അല്ലേ. അപ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്ന വലിയൊരു ബൃഹത്തായ ഒരു പ്രദേശത്തെ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി, രാജാവ്. അദ്ദേഹത്തിനെയാണ് 10 തല എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 10 അല്ല, 1000 അല്ല, 10,000 പറ്റും. കാരണം AI കാലഘട്ടമാണല്ലോ. എത്ര തല വേണമെങ്കിലും മനുഷ്യന് വെക്കാമല്ലോ. എന്തെല്ലാം മാറ്റങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനവധി മാറ്റങ്ങൾ. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണല്ലേ ഒരു 10 തലയുള്ള ഒരാളെന്ന്. നമ്മൾ സാധാരണ പറഞ്ഞാൽ അവന് ഭയങ്കര തലയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, എനിക്ക് മനസ്സിലാകുന്നത് അവന് ഭയങ്കര ബുദ്ധിവൈഭവമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലൊക്കെ ആണെങ്കിലും ഒക്കെ ആ ഒരു ബുദ്ധി അവന് ഭയങ്കര തലയാണ് എന്ന് പറയുന്നത്. അപ്പോൾ 10 തല എന്ന് പറഞ്ഞാൽ എന്താ, അത്ര ബുദ്ധിവൈഭവമുള്ളൊരു വ്യക്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം ഭരിച്ച ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് അത് കേൾക്കാൻ വേണ്ടി, ആ സത്യത്തെ അറിയാൻ വേണ്ടി, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. വേറൊന്നുമില്ല. വേടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വലിയൊരു ജനസമൂഹമുണ്ട്. അവരെല്ലാം വെയിറ്റിങ്ങിലാണ്. അവരെപ്പോലെ ഞാനും കട്ട വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് താങ്കളുടെ ഈ 10 തലയുള്ള രാവണനെ കേൾക്കാൻ. താങ്കളുടെ അശക്തമായ വരികളിലൂടെ 10 തലയുള്ള രാവണനെ അറിയാൻ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.